ആലപ്പുഴയിൽ നവകേരള ബസ്സിനു നേരെ കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ. ആലപ്പുഴ നഗരത്തിലൂടെ മന്ത്രിമാരുടെ ബസ് കടന്നുപോയതിനു ശേഷമാണ് ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. പോലീസുകാരെ മറികടന്നുള്ള മർദ്ദനം പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ആക്ഷേപം. മർദ്ദനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. നവകേരള സദസ്സിന്റെ ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിന്റെ രണ്ടാം ദിവസമാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധം നടന്നത്. അമ്പലപ്പുഴയിലെ യോഗത്തിന് പുറപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബസിന് നേരെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് ആദ്യം പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജിൽ ജുവൽ കുര്യാക്കോസ് എന്നിവരടങ്ങിയ പ്രതിഷേധക്കാരെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ബസിന് പിന്നാലെ എത്തിയ സുരക്ഷാ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ അനിൽ കല്ലിയൂർ കാറിൽ നിന്നിറങ്ങി വന്ന് ഇവരെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച അരൂർ CI സാബുവിനും അനിലിന്റെ മർദ്ദനത്തിനിടെ പരിക്കേറ്റു. ഇക്കാര്യം കൂടി വ്യക്തമായതോടെയാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന ആരോപണങ്ങൾ ഉയർന്നത്. നവകേരള സദസ്സിനിടെ തൊടുപുഴയിൽ വെച്ച് അനിൽ കല്ലിയൂർ മാധ്യമപ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ചു തള്ളിയതും മുൻപ് വിവാദമായിരുന്നു. എന്നാൽ ആലപ്പുഴയിൽ നടന്ന സംഭവം വിവാദമായിട്ടും ഗൺമാനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇന്നലെ ഒരിടത്ത് വാഹനത്തിന്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് എൻ്റെ വാഹനത്തിന്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. ജില്ലയിലെ നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയാക്കാനിരിക്കെ ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും തീരുമാനം. പ്രവർത്തകർക്ക് നേരെയുണ്ടായ മർദ്ദനത്തിലും KPCC സെക്രട്ടറി MJ ജോബിന്റെ വീട് തകർത്തതിലും പ്രതിഷേധിച്ച് ആലപ്പുഴ DCCയും പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം. ക്രിമിനലുകളെയാണ് മുഖ്യമന്ത്രി കൂടെ കൊണ്ട് നടക്കുന്നതെന്നും ഇവരെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ കോൺഗ്രസിലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചത്. സമനില തെറ്റിയത് മുഖ്യമന്ത്രിക്കാണ്. മന്ത്രിമാർ കൃത്യസമയത്ത് മുഖ്യമന്ത്രിക്ക് മരുന്ന് നൽകണം. മറ്റുള്ളവരെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് രസിക്കുന്ന ക്രിമിനലും സാഡിസ്റ്റുമാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ആരാന്റെ മക്കളെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ, ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ തിരിച്ചു നേരിടാൻ അറിയാം. അവരുടെ വീടും നാടും അറിയാമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം. അവനൊക്കെ ഒന്ന് വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ മഹാരാജാവ് ഉണ്ടാവില്ല എന്ന് അവരെല്ലാം ഓർത്തിരുന്നത് നന്നായിരിക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നതിന് പോലീസ് കാവൽ നിൽക്കുകയാണ്. എല്ലാ കാലത്തും പിണറായി വിജയനാകും മുഖ്യമന്ത്രിയെന്ന് പോലീസ് കരുതരുതെന്ന് KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. ഈ പോലീസുകാരിലെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ കാലത്തും പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുമെന്ന് അവർ വിചാരിക്കണ്ട. മർദ്ദനം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് KPCC അധ്യക്ഷനും പ്രതികരിച്ചു. ഇവിടെ നടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നവർ മുഴുവൻ ക്രിമിനലുകൾ, ഗുണ്ടകൾ, തെണ്ടികൾ, തെമ്മാടികൾ, ക്രിമിനൽ കേസുകൾ സ്ഥിരം പ്രതിയായവർ. കൂടെയുള്ള പോലീസ് ബോഡി ഗാർഡ് പോലും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇനി ഇതുപോലെ അക്രമം ഉണ്ടായാൽ പ്രതികരിക്കും. കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് KPCC തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കോഴിക്കോട്.